പ്രസിദ്ധമായ തുറവൂർ പുരന്തരേശ്വരത്ത് ശ്രീ മഹാദേവർ ക്ഷേത്രം തിരുവുത്സവം ഫെബ്രുവരി 10 മുതൽ 17 വരെ നടക്കും. ഫെബ്രുവരി 10 ചൊവ്വാഴ്ച വൈകിട്ട് നിയുക്ത ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാശാങ്കോട്ടുമന KN ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് കൂറയും പവിത്രവും നൽകി സ്വീകരണം. തുടർന്ന് കൊടിക്കയർ എഴുന്നള്ളത്ത്, തിരുവാതിരക്കളി, രാത്രി 8:30-നും 9-നും മധ്യേ തൃക്കൊടിയേറ്റ് എന്നിവ നടക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ ക്ഷേത്രാചാര ചടങ്ങുകൾ, ക്ഷേത്രകലകൾ, കലാപരിപാടികൾ എന്നിവ നടക്കും. ഫെബ്രുവരി 15-നാണ് മഹാശിവരാത്രി, 16-ന് വലിയ വിളക്കും, 17-ന് തിരുവാറാട്ടും നടക്കും. അഡ്വക്കേറ്റ് S. മുരളീകൃഷ്ണൻ പ്രസിഡന്റായും R. ജയചന്ദ്രൻ സെക്രട്ടറിയായും KG മുരളീകൃഷ്ണൻ ഖജാൻജിയുമായുള്ള കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തിരുവുത്സവം. ഓം നമഃ ശിവായ. പ്രസിദ്ധമായ തുറവൂർ പുരന്തരേശ്വരത്തെ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവുത്സവം 10-ാം തീയതി തൃക്കൊടിയേറി, 15-ാം തീയതി മഹാശിവരാത്രിയോടെയും 16-ാം തീയതി വലിയ വിളക്കും, 17-ാം തീയതി തിരുവാറാട്ടോടുകൂടി സമാപിക്കുകയാണ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ തുറവൂർ കരയിലെ ഏക ശിവക്ഷേത്രമാണ് പുണ്യപുരാതനമായ പുരന്തരേശ്വരത്ത് ശ്രീ മഹാദേവ ക്ഷേത്രം. ശ്രീ മഹാദേവൻ്റെ അനേകം അവതാരങ്ങളിൽ ഏറ്റവും അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ശരഭ സാന്നിധ്യത്തിലുള്ളതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അതിനാൽ തന്നെ പ്രസിദ്ധമായ തുറവൂർ നരസിംഹസ്വാമി ക്ഷേത്രം വടക്കനപ്പൻ്റെ ക്ഷേത്രവുമായി ഏറ്റവും അഭേദ്യമായ ബന്ധമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് പുരന്തരേശ്വരത്ത് മഹാദേവ ക്ഷേത്രം. ഈ വർഷത്തെ തിരുവുത്സവത്തോടനുബന്ധിച്ച് മറ്റൊരു പ്രത്യേകത, നൂറ്റാണ്ടുകളായി ക്ഷേത്ര ഉൽപ്പത്തി മുതൽ ഏതാണ്ടുണ്ടായിരുന്ന ക്ഷേത്രത്തിൻ്റെ താന്ത്രിക സ്ഥാനം അലങ്കരിച്ചു വന്നിരുന്ന പ്രസിദ്ധമായ തരണനല്ലൂർ കുടുംബാംഗം അവർ അവിടെ നിന്നും താന്ത്രികകർമ്മം അനുഷ്ഠിക്കുന്നതിന് ഇവിടെ എത്തിച്ചേരുവാൻ ബുദ്ധിമുട്ട് വർഷങ്ങളായി അവർ പറയുന്നതാണ്. അറിയിച്ചതിനെ തുടർന്ന് അവരുടെ താന്ത്രികാവകാശം അവർ രേഖാമൂലം എഴുതി നൽകി. പുതിയ തന്ത്രിയായിട്ട് താന്ത്രിക കുലപതി ദ്വിതീയനായ താന്ത്രിക രംഗത്തെ അദ്വിതീയനായ കാശാങ്കോട്ടുമന ശ്രീ KN ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ് ഇപ്രാവശ്യം മുതൽ ക്ഷേത്രത്തിൻ്റെ താന്ത്രിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്. അദ്ദേഹത്തിനെ തൃക്കൊടിയേറ്റ് ദിവസം ക്ഷേത്രത്തിൻ്റെ ഊരാളൻ കൂടിയായിട്ടുള്ള പുത്തഞ്ചിറ മേക്കാളിമന ബ്രഹ്മശ്രീ MN നീലകണ്ഠൻ നമ്പൂതിരി കൂറയും പൗത്രവും നൽകി അദ്ദേഹത്തെ ഇവിടെ അവരോധിക്കും. തുടർന്നാണ് തൃക്കൊടിയേറ്റ് നടക്കുന്നത്. വർഷത്തെ തിരുവുത്സവത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച് ഒട്ടനവധി താന്ത്രിക കർമ്മങ്ങളാണുള്ളത്. 2 ഉത്സവബലികൾ, 3 1000 കുട അഭിഷേകങ്ങൾ, 2 ക്ഷീരധാര, മഹാശിവരാത്രി ദിവസം വെളുപ്പിന് നടക്കുന്ന അഷ്ടാഭിഷേകം തുടങ്ങിയ ശ്രീ മഹാദേവന് ഏറ്റവും ആയിട്ടുള്ള അഭിഷേകങ്ങൾ, അതുപോലെ തന്നെ മറ്റ് ഒരുപാട് താന്ത്രിക കർമ്മങ്ങൾ, ഇവയെല്ലാമാണ് നടക്കുന്നത്. മറ്റൊരു പ്രത്യേകത, ഈ ക്ഷേത്രത്തിൽ നിന്നും പണ്ട് മുതലുള്ള ഒരു ആചാരപ്രകാരം തുറവൂരെ വിവിധ ദേശങ്ങളിലുള്ള 4 മനകളിലേക്ക് ഭഗവാൻ എഴുന്നള്ളുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ തുറവൂർ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ, വടക്കനപ്പൻ്റെ ക്ഷേത്രത്തിലും ഭഗവാൻ ഈ തിരുവുത്സവകാലത്ത് ഒരു ദിവസം ദർശനം നടത്തി തിരിച്ചു പോരുന്ന ഒരു ആചാരവും പതിവുള്ളതാണ്. എല്ലാ ഭക്തജനങ്ങളെയും ഈ വർഷത്തെ തിരുവുത്സവത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിറപറ വഴിപാടുകൾ, മറ്റ് വഴിപാടുകളെല്ലാം നടത്തി നമ്മുടെ ഈ കരയിലെ സർവ്വ ഐശ്വര്യവും പ്രദാനം ചെയ്യുന്ന ശ്രീ മഹാദേവൻ്റെ തിരുവുത്സവത്തിന് ഭാഗഭാക്കുകളാക്കുവാൻ എല്ലാ ഭക്തജനങ്ങളോടും വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. നാഗഭണത്തിരുമുടിയിൽ നൽച്ചേലുള്ളൊരമ്പിളിയെ ചൂടി നരനായി ജനിച്ചിടുന്നോർക്കെന്നും നന്മകളേകും ശ്രീ പുരന്തരേശ്വരത്തപ്പ നമാമ്യഹം.
ശൈലശൃംഗങ്ങൾ നർത്തനമാടുന്ന ശ്രീ പുരന്ദരേശ്വരമിന്നെൻ്റെ ആശ്രയം. ശിവപഞ്ചാക്ഷരി നാമങ്ങളിഴചേരും ശിവനായി അർച്ചന ഗാനാർച്ചന, ശിവനായി അർച്ചന ഗാനാർച്ചന. ശംഭോ ശങ്കര സാംബ സദാ ശിവ ശംഭോ ശങ്കര ജയ ശങ്കര. ശംഭോ ശങ്കര സാംബ സദാ ശിവ ശംഭോ ശങ്കര ജയ ശങ്കര. കഷ്ടതയകലുന്ന അഷ്ടമി കണ്ടു തൊഴാനിഷ്ടജനങ്ങളും ഈ വഴിയേ. കഷ്ടതയകലുന്ന അഷ്ടമി കണ്ടു തൊഴാനിഷ്ടജനങ്ങളും ഈ വഴിയേ. വൈകുന്നൊരീ വേള പുരന്ദരേശ്വരത്തപ്പൻ ദർശനമേകുന്നു ഈ കോവിലിൽ. മുപ്പാരിലും നിറയുമൊരു തുടിതാളം, ദുംദുംദുവായുണരുന്ന ശിവതാളം. നാഗഭണത്തിരുമുടിയുണരും നന്ദിവാദ്യധൃതതാളമിടും. ശിവദ മധുര ശുഭദ ഭരിത ശ്രീലക ഭുവന പതിത പവന നദന ശിവശംഭോ ശിവശംഭോ.